ഞാൻ പ്യാറു എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുള്ള ആദിത്യ എന്ന ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും ഒരു വ്യക്തതയും വന്നിട്ടില്ല. അതിനെ ചുറ്റിപ്പറ്റിയുള്ള പല വിവാദങ്ങളും അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് കാമുകൻ ബിനോയിയെ അറസ്റ്റ് ചെയ്തതെന്തിന്? ആത്മഹത്യാക്കുറിപ്പിൽ ബിനോയിയുടെ പേര് പരാമർശിച്ചിട്ടില്ല. പോസ്കോ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബിനോയിയെ അറസ്റ്റ് ചെയ്തത്. അതുമാത്രമൊന്നുമല്ല ബിനോയിയെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പല കാരണങ്ങളുണ്ട്. പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് തന്നെ പല തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് എല്ലാം തന്നെ പുറത്തു വിട്ടിട്ടില്ല. ആദിത്യയുടെ വീട്ടുകാരും ഒരു പറ്റം ആൾക്കാരും കാമുകന്റെ പ്രഷർ കൊണ്ടാണ് ആദിത്യ ആത്മഹത്യ ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഒരു പറ്റം ആൾക്കാർ പറയുന്നത് ശാരീരികമായി ബന്ധപ്പെട്ടു എന്ന് പറയുന്നത് രണ്ടുപേരുടെ സമ്മതത്തോടു കൂടിയാണല്ലോ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയാണെങ്കിൽ അത് പോസ്കോ കേസിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ പെൺകുട്ടി മുൻകൈയെടുത്താണല്ലോ ബ്രേക്കപ്പ് ആയത്. അത് തന്നെ 4-5 മാസങ്ങൾക്ക് മുമ്പേ സംഭവിച്ച ഒരു കാര്യമല്ലേ. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതും അബോർട്ടായതും ഒന്നും അവൾക്കൊരു പ്രശ്നമല്ല. പിന്നെ വീട്ടുകാർക്കും നാട്ടുകാർക്കും പോലീസുകാർക്കും എന്തിൻ്റെ പ്രശ്നമാണ്? നിരപരാധിയായ ഒരു ചെക്കനെ കുടുക്കാനുള്ള ഒരു തന്ത്രപൂർവമായിട്ടുള്ള നീക്കമല്ലേ ഇത്? ആദിത്യയുടെ മരണത്തിൽ ബിനോയിയുടെ പങ്ക് തെളിയിക്കുന്ന പല തെളിവുകളും പോലീസിന്റെ പക്കലുണ്ട്. ആദിത്യ അവസാനമായി ചെയ്ത വീഡിയോയിൽ ചില കാര്യങ്ങളൊക്കെ ആദിത്യ തന്നെ വ്യക്തമാക്കുന്നു. അവളെ ബ്രേക്കപ്പിന് പ്രേരിപ്പിച്ച, അവളെ ഡിപ്രഷനിലേക്ക് നയിച്ച പല കാര്യങ്ങളും അവൾ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്. അതിൽ നിന്ന് വ്യക്തമാവും ആ പെൺകുട്ടി അനുഭവിച്ച വേദനയും ദുഃഖവും എത്രത്തോളമാണെന്ന്. അവൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഒരുപാട് സഹിക്കുന്നതിൻ്റെ അങ്ങേ അറ്റം എത്തി. എന്നെ അറിയുന്നവർക്കറിയാം എന്തൊക്കെയാണ് ഞാൻ ഓവർകം ചെയ്തതെന്ന്. അവൻ്റെ വീട്ടുകാരാണ് മെയിൻ കാരണം. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര പ്രശ്നമുണ്ടാക്കി. എൻ്റെ വീട്ടുകാരെ തെറി വിളിച്ചു. ഒരുപാട് ബാഡായിട്ട് സംസാരിച്ചു. സഹിക്കവയ്യാതെ ഞാൻ റിയാക്ട് ചെയ്തു. എന്നെയും ബിനോയിനെയും അറിയുന്ന ആൾക്കാർക്കറിയാം ഞങ്ങൾക്കിടയിലെ പ്രോബ്ലം. ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഞങ്ങൾക്കിടയിലുണ്ട്. എന്നിട്ടും ഞാൻ അവനെ ഉപേക്ഷിച്ചില്ല. കാരണം എനിക്ക് അവനെ അത്രത്തോളം ഇഷ്ടമായിരുന്നു. കുറേ ഞാൻ സ്ട്രഗിൾ ചെയ്തു. ലാസ്റ്റ് എനിക്ക് പറ്റാതെയായി. ഞാൻ ശരിക്കും മെൻ്റൽ ആവുമെന്ന് എനിക്ക് തോന്നി. ഡിപ്രഷൻ സ്റ്റേജിൽ പോയി. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ആ അവസ്ഥയിലാണ് ഞാൻ റിലേഷൻ ബ്രേക്കപ്പ് ആക്കിയത്. കുറേ പേർ പറയുന്നു ഞാൻ വെടിയാണെന്നൊക്കെ. ഞാൻ എന്താണെന്ന് എന്നെ അറിയുന്നവർക്കും എൻ്റെ വീട്ടുകാർക്കും അറിയാം. ബിനോയ് ഇന്നൊരു വീഡിയോ ഇട്ടു. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളല്ലാതെ സെക്ഷലി ആയിട്ട്, അത് സെക്ഷൽ ടോൾക്ക് ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, മറ്റൊരാളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആളെ ട്രസ്റ്റ് ചെയ്യുമോ? 3 ഇഷ്യൂസ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പേര് വെളിപ്പെടുത്താൻ പറ്റില്ല, കാരണം അവരെൻ്റെ ഫ്രണ്ട്സാണ്. അവൻ്റെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ഗേൾസുമായിട്ടും കണ്ടിട്ടുണ്ട്. അങ്ങനെ എത്രയോ കണ്ടിട്ടുണ്ട് ഞാൻ. ഒരു ഗേൾസിൻ്റെ കോളേജിൽ വരെ ഞാൻ പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എൻ്റെ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് അവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ഇവിടെ കണ്ടിട്ടുണ്ട്, ഇന്ന ആളെ കൂടെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ. ഞാൻ ബ്രേക്കപ്പ് ആകാൻ പ്രധാന കാരണം അവൻ്റെ മാതാപിതാക്കളാണ്. എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ ജാതി അവർക്ക് കുറച്ചിലാണെന്ന് പറഞ്ഞു. എന്താണ് എൻ്റെ ജാതിയുടെ കുഴപ്പമെന്ന് എനിക്കറിയില്ല. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്തി. എൻ്റെ അച്ഛനെയും അമ്മയെയും അവർ തെറി പറഞ്ഞു. എനിക്ക് ഒട്ടും പറ്റാതെയാണ് ഞാൻ ബ്രേക്കപ്പ് ആയത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ആദിത്യ ചോദിക്കുന്നത്. ശരിക്കും ആദിത്യ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം വിഷമിച്ചിട്ടുണ്ട്, എത്രത്തോളം ദുഃഖിച്ചിട്ടുണ്ട് എന്നുള്ളത് അവളുടെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാകും. അവൾ ബ്രേക്കപ്പ് ആക്കിയത് അവളുടെ സ്വന്തം താല്പര്യം കൊണ്ടല്ല. അവളുടെ ജീവൻ പറഞ്ഞു പോകുന്ന വേദനയോടെയാണ് അവൾ ബ്രേക്കപ്പ് ആക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ബിനോയ്ക്ക് മറ്റു പെൺകുട്ടികളുമായിട്ട് മറ്റു പല രീതിയിലുമുള്ള ബന്ധങ്ങളുണ്ട് എന്ന് ഈ പെൺകുട്ടി മനസ്സിലാക്കി. എന്നിട്ടും അവനോടുള്ള അഗാധ പ്രണയം കൊണ്ട് അവൾക്ക് പിരിയാൻ പറ്റുന്നില്ല. അവൾ ആ സ്നേഹത്തിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. അവൾ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന അവളെ കാമുകൻ്റെ കൂടെ മറ്റൊരു പെൺകുട്ടിയെ കാണുമ്പോഴുണ്ടാവുന്ന വിഷമം. അതേപോലെ തന്നെ അവൾ പല ഫോണിലായാലും മറ്റും പല കാഴ്ചകളും അവൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പോൾ അവളെ ഹൃദയം പറഞ്ഞു പോകുന്ന വേദനയുണ്ട്. അതിനിടയ്ക്ക് ബിനോയുടെ വീട്ടുകാർ കൊടുക്കുന്ന പ്രഷർ അത് അതിലും വലുതാണ്. ജാതി, മതം എന്നൊക്കെ പറഞ്ഞ് അവളെ തെറി പറയുക, അവളെ അപമാനിക്കുക, ഇതെല്ലാം കൂടി അവളെ ഡിപ്രഷനിലേക്കാണ് അവൾ പോകുന്നത്. അവൾക്കറിയാം താങ്ങാൻ ഒരിക്കലും പറ്റില്ല എന്ന്. എന്നിട്ടും അവൾ ബ്രേക്കപ്പ് ആവുകയാണ്.
ബ്രേക്കപ്പ് ആവാൻ വേണ്ടിയിട്ട് ബിനോയ് കളിക്കുന്ന കളികളാണ് എന്ന് ഈ പെൺകുട്ടി മറ്റൊരു വീഡിയോയിൽ പറയുന്നു. ആദിത്യയുടെ ബ്രദർ പറയുന്നുണ്ട് ബിനോയിയെയും മറ്റൊരു പെൺകുട്ടിയെയും ആദിത്യ നേരിൽ കാണുകയും സംസാരിക്കാൻ ചെന്നപ്പോൾ ആട്ടി വിടുകയും ചെയ്തു എന്ന്. ബ്രേക്കപ്പ് ആയത് ആദിത്യയുടെ സ്വന്തം കാരണങ്ങൾ കൊണ്ടല്ല. ആദിത്യ ആഗ്രഹിക്കുമ്പോൾ ഒരു സ്നേഹം ഇപ്പോൾ ബിനോയിൽ നിന്ന് കിട്ടുന്നില്ല. ബിനോയിൽ നിന്ന് അത് പലരിലേക്കും പോകുന്നുണ്ട്. വീട്ടുകാരുടെ പ്രഷറും എല്ലാം കൂടി ആയപ്പോൾ ആദിത്യ ഒരു തീരുമാനമെടുത്തു. സ്വയം മനസ്സിന് അംഗീകരിച്ചിട്ടുള്ള ഒരു തീരുമാനമല്ല. മനസ്സിൽ ഇപ്പോഴും അവനോടുള്ള സ്നേഹവും ആത്മാർത്ഥയും ചെയ്തു പോയ കാര്യങ്ങളും ഒക്കെ ആ കുട്ടിയെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് സഹിക്കുന്നതിലും അപ്പുറമാണ്. ആ ഒരു സാഹചര്യത്തിൽ അവൾ സ്നേഹിക്കുന്ന അവളെ പ്രിയതമൻ മറ്റൊരു പെൺകുട്ടിയോടൊപ്പം കാണുമ്പോൾ മാനസിക നില തന്നെ തെറ്റിപ്പോകും. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവർക്കേ ഈ പെൺകുട്ടിയുടെ അവസ്ഥ മനസ്സിലാകുകയുള്ളൂ. മരണസമയത്ത് അവൾ ആരുടെയും പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ പോസ്കോ കേസിലാണ് ബിനോയ് കുടുങ്ങിയിട്ടുള്ളത്. ബിനോയ് അങ്ങേയറ്റം പുകഴ്ത്തി പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ള ആ പെൺകുട്ടി അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണം.